ഹലോ വാട്സപ്പ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, എന്താ പരിപാടി? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രീ ഫയർ പ്ലെയറിന് ഏറ്റവും കൂടുതൽ ബോറടിക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ദിവസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറയാം, ഫ്രീ ഫയർ അപ്ഡേറ്റ് ദിവസം. അടിച്ചു പോയി മച്ചാനത് പോരളിയാ. ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഹിപ്സ്റ്റർ കോപ്പി അവഞ്ചർ കോപ്പി എന്നൊക്കെ കമൻറ്റ് ഇട്ട് പട്ടി ഷോ കാണിച്ച് ലൈക്ക് മേടിക്കാൻ നടക്കുന്നവന്മാരോട് പറയാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും അവഞ്ചറിൻ്റെ ഹിപ്സ്റ്ററിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഹിപ്സ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ച് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടാണ് ഈ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഇതൊരു അവലോകന വീഡിയോ തന്നെയാണ്. ഫയർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് പോലല്ല, വളരെ മഹത്വമേറിയ ഒരു ദിവസം തന്നെയാണ്. വർഷങ്ങളായി നമ്മൾ മറന്നുപോയ ഗെയിം കാര്യങ്ങൾ അന്നത്തെ ദിവസം നമ്മൾ പൊടി തട്ടിയെടുത്ത് പിന്നെയും കളിക്കുന്നത്. നമ്മുടെ കമലഹാസൻ തന്നെയല്ലേ? ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അങ്ങനെയാണ് കളിക്കാമെന്ന് പോലും നമ്മൾ മറന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു നെക്സ്റ്റ് ഫീൽ ആ ഒരു ദിവസം മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. ഓ അത് ശരി. കാര്യങ്ങളൊക്കെ കളിച്ച് അവസാനം നിങ്ങൾ എത്തുന്ന യൂട്യൂബിനകത്തോട്ട് തന്നെ ആയിരിക്കും. യൂട്യൂബിനകത്ത് എത്തുമ്പോൾ ഇഷ്ടംപോലെ സ്ട്രീമേഴ്സ് കാര്യങ്ങൾ സ്ട്രീം ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. പ്രമുഖരായ യൂട്യൂബേഴ്സ് വർഷങ്ങളായിട്ട് അപ്ഡേറ്റ് ദിവസങ്ങളിൽ സ്ട്രീം ചെയ്യാറുണ്ട്. ഇപ്പോൾ യൂട്യൂബ് നിർത്തിപ്പോയ കുറച്ച് പേര് ഉൾപ്പെടെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേര് യൂട്യൂബിനകത്ത് സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് ദിവസം ഇവരെങ്ങനെ ഫ്രീ ഫയർ തന്നെ കളിച്ച് സ്ട്രീം ചെയ്യുന്നതെന്നുള്ള കാര്യം പലർക്കും ഇതുവരെ മനസ്സിലാവാത്ത നിഗൂഢമായ സത്യമാണ്. സത്യത്തിൽ ഇവരൊക്കെ പണ്ടത്തെ സ്ട്രീം തന്നെ എടുത്ത് പിന്നെയും അപ്ലോഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രീം തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത മണ്ടന്മാർ അതിൻ്റെ താഴ്ച കമൻ്റ് ഇടും. എങ്ങനെ നിങ്ങളാണ് ഫ്രീ ഫയർ കളിക്കുന്നത്, നിങ്ങൾ ഏത് സെർവറിലാണ് കളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സത്യത്തിൽ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് 7-8 മണിക്കൂർ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു വീഡിയോക്ക് കിട്ടുന്ന വ്യൂസ് 100-200 വ്യൂസ്. പക്ഷേ ആ ഒരു ലൈവ് സ്ട്രീമിന് 8000-10,000 ഒക്കെ ലൈവ് വാച്ചിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സമയം കാണാനായിട്ട് വരും. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. ലൈവ് സ്ട്രീം മാത്രമല്ല, ധാരാളം ഉടായ്പ വീഡിയോസ് കാര്യങ്ങളും ആ ഒരു ദിവസം തന്നെ ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ ഞാനും എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഇഷ്ടംപോലെ ഉടായ്പ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ മിക്കവരും യൂട്യൂബിനകത്താണെന്ന് മനസ്സിലാക്കിയ യൂട്യൂബേഴ്സ് മാക്സിമം ആ ഒരു ദിവസം വ്യൂസ് ഉണ്ടാക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത. അപ്പോൾ എനിക്കും ഏറ്റവും കൂടുതൽ വ്യൂസ് കൊയ്യാനായിട്ട് പറ്റുന്ന ഒരു ദിവസം തന്നെയാണ് അപ്ഡേറ്റ് ദിവസം. ഓ അത് ശരി. ഇതൊക്കെയാണെങ്കിലും ഫ്രീ ഫയർ 5 മിനിറ്റ് ഇടവിട്ട് 5 മണിക്ക് ഓപ്പൺ ആവുമെന്ന് അറിഞ്ഞിട്ട് പോലും ഓപ്പണാക്കി നോക്കുന്ന ചിലരുണ്ട് എന്നെ പോലെ. നീ അതിൽ നോക്കി നിൽക്കുന്നത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അപ്ഡേറ്റ് പ്ലേ സ്റ്റോറിനകത്ത് വന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ നെറ്റ് സെറ്റാക്കി ലാസ്റ്റ് ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്ത് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ആ ഒരു മെയിൻ്റനൻസ് ബ്രേക്ക് ടൈം എൻഡ് ആവുന്ന സമയത്ത് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമ്മളോ അടിച്ചു പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫ്രീ ഫയർ എങ്ങനെയെങ്കിലുമൊക്കെ ഓപ്പൺ ആക്കി നമുക്ക് നോക്കുമ്പോഴായിട്ട് ലാസ്റ്റ് കാണാൻ പറ്റുന്നത് അപ്ഡേറ്റിന് നമ്മൾക്ക് ഇതിൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ
പ്രതീക്ഷിച്ച് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഗരീനെ കരുതി വെച്ചിട്ടുള്ളത് ധാരാളം വെറുപ്പിക്കലുകളായിരിക്കും. സ്കിന്നിറക്കാൻ വേണ്ടിയിട്ട് കുറേ ചവർ ഗണ്ണും കുറേ ചൂള പെറ്റും ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ അപ്ഡേറ്റ് കഴിഞ്ഞ് ഗെയിമിനകത്തോട്ട് പോകുന്നത്. ഉപകാരപ്രദമായിട്ടുള്ള ഒരു മാറ്റങ്ങളും ഗെയിമിനകത്ത് വരുത്തിയിട്ടില്ല. ബഗ് കാര്യങ്ങളും പഴയതുപോലെ തന്നെ ഉണ്ട്, ഹാക്കേഴ്സ് കാര്യങ്ങളും പഴയതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഓരോ അപ്ഡേറ്റും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. This is business. This is my sweat. I know, but I did business. Shut up. Shut up. This is business. Hey. I invested the money. Stop talking. I will kill you. Sorry, sir. അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്യാത്ത എന്തെന്ന് ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് വന്നു. പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണാനായിട്ടുണ്ടാകുന്നത് കുറച്ച് കൊച്ചു പിള്ളേരായിരിക്കും. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അവർക്ക് ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റ് കാര്യങ്ങളാണ് ആ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് യാതൊരു വിധ പ്രയോജനവുമില്ല. പക്ഷേ ഈ ചാനലിൽ വന്ന് വീഡിയോ കാണണമെന്ന് ഞാൻ അവരോട് തന്നെ പറയേണ്ട ഒരു അവസ്ഥയാണ്. എനിവേ ഗൈസ്, അടുത്തൊരു കിടക്കാച്ചി എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ അതെ ഗൈസ്, അടുത്തൊരു കിടക്കാച്ചി എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരെ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ്